തമിഴ്നാട് മുഖ്യമന്ത്രിയും തെന്നിന്ത്യയിലെ പ്രമുഖ നടനുമായ സി ജോസഫ് വിജയ് തൻ്റെ ജ്യോതിഷിയെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചിരിക്കുന്നു. ഒരു ജ്യോതിഷിയെ സർക്കാർ സംവിധാനത്തിൽ നിയമിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും. റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ എന്ന സെലിബ്രിറ്റി ജ്യോതിഷിയെയാണ് വിജയ് തൻ്റെ സർക്കാരിൻ്റെ ഭാഗമാക്കിയത്. വിജയുടെ പാർട്ടിയുടെ വിജയം പ്രവചിച്ച വെട്രിവേൽ തമിഴ്നാട് രാഷ്ട്രീയ വൃത്തത്തിലെ നിരവധി പ്രമുഖരുമായി ജ്യോതിഷി ബന്ധമുള്ളയാളാണ്. അവരുടെയൊക്കെ വിശ്വസ്തനുമാണ്. ഈറോഡിൽ ജനിച്ച വെട്രിവേലിന് ജയലളിതയുമായിട്ടായിരുന്നു ബന്ധം. പിന്നീടൊരിക്കൽ അദ്ദേഹത്തിന്റെ പ്രവചനം പാളിയതോടെ അവർ തമ്മിൽ അകന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ജയലളിതയ്ക്ക് ജയിലിൽ പോകേണ്ടി വരില്ലെന്നായിരുന്നു അദ്ദേഹം ഉറപ്പ് കൊടുത്തത്. പക്ഷേ കോടതി അത് കേട്ടില്ലെന്ന് വേണം കരുതാൻ. ജയലളിത ജയിലിലായി. പിന്നീട് വെട്രിവേൽ സിംഗപ്പൂരിലായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എപ്പോഴോ ഡൽഹിയിലേക്ക് കുടിയേറി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് വെട്രിവേൽ എന്ന് മാത്രമായിരുന്നു. ഡൽഹിയിലെത്തിയതോടെ ഉത്തരേന്ത്യൻ ജ്യോതിഷികളുടെ മാതൃക സ്വീകരിച്ച് രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ എന്ന് മാറ്റുകയായിരുന്നു. വിജയുമായി വെട്രിവേലിന് ഗാഢബന്ധമുള്ളതായി കരുതപ്പെടുന്നു. വിജയുടെ പാർട്ടിക്ക് തമിഴക വെട്രി കഴകം എന്ന പേര് നൽകിയതിന് പിന്നിലും സംഖ്യാശാസ്ത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പേര് തെരഞ്ഞെടുത്തതും വെട്രിവേലാണത്രേ. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള എല്ലാ തീയതിയും സമയവും കുറിച്ചതും വെട്രിവേലാണ്. പാർട്ടി പ്രഖ്യാപനം, പാർട്ടി സമ്മേളനങ്ങൾ, നോമിനേഷൻ സമർപ്പണം, സത്യപ്രതിജ്ഞ ചടങ്ങുകൾ, ഇതിലൊക്കെ വെട്രിവേലിന്റെ കയ്യുണ്ട്. വേദിക് ജ്യോതിഷം, സംഖ്യാശാസ്ത്രം, ധ്യാനം ഇതൊക്കെയാണ് വെട്രിവേലിന്റെ മേഖല. വെട്രിവേലിന്റെ ബന്ധങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. BJP, കോൺഗ്രസ്, DMK, AIADMK നേതാക്കളും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു. BJP നേതാവ് അദ്വാനിയുടെ ഉപദേശകനാണെന്ന് വെട്രിവേൽ ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നു. കോർപ്പറേറ്റുകളിലെ പ്രമുഖർ, ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, നടീനടന്മാർ, മന്ത്രിമാർ, ഗവർണർമാർ, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖർ, ഇങ്ങനെ വെട്രിവേലിന്റെ ക്ലയൻസിന്റെ ലിസ്റ്റ് ചെറുതല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ജ്യോതിഷികളുമായുള്ള ബന്ധം പ്രസിദ്ധമാണ്. ഇന്ദിരാഗാന്ധി, ദിഗ്വിജയ് സിംഗ്, വസുന്ധര രാജ സിന്ധ്യ, സ്മൃതി ഇറാനി, PV നരസിംഹറാവു, ലാലു പ്രസാദ് യാദവ്, NT രാമറാവു, ഈ പട്ടിക ഇനിയും നീട്ടാം. ധീരേന്ദ്ര ബ്രഹ്മചാരി, ബേജൻ ദാരുവാല, BV രാമൻ, KN റാവു, ചന്ദ്രസ്വാമി, സഞ്ജയ് B ജുമാനി, നാരായണ ദത്ത്, ശ്രീമാലി, പ്രമോദ് കുമാർ ഗൗതം തുടങ്ങിയവരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച പ്രമുഖ ജ്യോതിഷികൾ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജ്യോതിഷത്തിൽ വിശ്വസിച്ചിരുന്നില്ലെങ്കിലും ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യ കൈമാറ്റം അർദ്ധരാത്രിയിലേക്ക് മാറ്റിയതിൽ ജ്യോതിഷികളുടെ കൈയുണ്ടെന്ന് കരുതപ്പെടുന്നു. 1947 ആഗസ്റ്റ് 15 മോശം ദിവസമായാണ് ജ്യോതിഷികൾ പ്രവചിച്ചത്. അത് ഒഴിവാക്കാനാണ് അർദ്ധരാത്രി തെരഞ്ഞെടുത്തത് അത്രേ. ധീരേന്ദ്ര ബ്രഹ്മചാരി ഇന്ദിരാഗാന്ധിയുമായി ഉണ്ടായിരുന്ന ബന്ധം അക്കാലത്തെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഡൽഹിയിൽ സ്വന്തമായി ആശ്രമമുണ്ടായിരുന്ന ധീരേന്ദ്രയ്ക്ക് കശ്മീരിലും കാത്രയിലും മന്ദലയിലും ആശ്രമമുണ്ടായിരുന്നു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിലും പൗരാവകാശങ്ങൾ എടുത്തുമാറ്റിയതിലും ധീരേന്ദ്രന് പങ്കുണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്നു. ഇന്ദിരയുടെ വിശ്വസ്തനുമായിരുന്നു. കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ ഉപദേശകനായിരുന്നു ദ്വാരകാ പീഠത്തിലെ ശങ്കരാചാര്യ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി. TV അവതാരകയായ അമൃതറായിയുമായുള്ള ദിഗ്വിജയ് സിംഗിന്റെ പ്രണയബന്ധം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയപ്പോൾ അദ്ദേഹം ആശ്വാസത്തിന് വേണ്ടി ഓടിയെത്തിയത് ദ്വാരകാ പീഠത്തിലേക്കായിരുന്നു. അമൃതറായിയുമായുള്ള ബന്ധത്തോട് സ്വാമിക്ക് വിയോജിപ്പായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിവാദ പുരുഷനായിരുന്നു ചന്ദ്രസ്വാമി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറുമായുള്ള സ്വാമിയുടെ ബന്ധം കുപ്രസിദ്ധമാണ്. താച്ചർ 9 മുതൽ 13 കൊല്ലം വരെ ഭരിക്കുമെന്ന് സ്വാമി അവകാശപ്പെട്ടു. 1980 മുതൽ 2000 വരെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു. സാമ്പത്തിക ക്രമക്കേട്, ആയുധ കച്ചവടം തുടങ്ങി രാജീവ് ഗാന്ധിയുടെ വധത്തിൽ വരെ ബന്ധമുള്ള ആളായിരുന്നു അദ്ദേഹമെന്ന് വാർത്ത വന്നിരുന്നു. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായ ശേഷമാണ് ചന്ദ്രസ്വാമിയുടെ ഉയർച്ച തുടങ്ങിയത്. നരസിംഹറാവു പ്രധാനമന്ത്രിയായ ശേഷം ചന്ദ്രസ്വാമി ഡൽഹിയിൽ ആശ്രമം നിർമ്മിച്ചു. ഇതിനാവശ്യമായ ഭൂമി നൽകിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ ഭരണത്തിലിരിക്കെ
ആശ്വാസത്തിനും ഉപദേശത്തിനും വേണ്ടി സന്ദർശിച്ചിരുന്നത് കേദാർ ശർമ്മയുടെ ആശ്രമത്തിലായിരുന്നു. വസുന്ധര രാജ ഒരിക്കൽ പ്രധാനമന്ത്രിയാവുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. മിത്തൽ, അംബാനി, ബിർള, മോദി, അദാനി തുടങ്ങിയവർക്കും കേദാർ ശർമ്മയുമായി ബന്ധമുണ്ട്. ജ്യോതിഷ രംഗത്ത് ഒരു മലയാളിയുമുണ്ട്, ഉണ്ണികൃഷ്ണ പണിക്കർ. ജയലളിതയുടെ അടുത്ത ജ്യോതിഷയായിരുന്നു അദ്ദേഹം. ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രവചിച്ചിരുന്നു. കേസുകൾ നിലനിന്നതിനാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജയലളിതയ്ക്ക് വിലക്കുണ്ടായിരുന്നുവെങ്കിലും AIADMK നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. തുടർന്ന് അവർ നിയമസഭാംഗമല്ലാത്ത മുഖ്യമന്ത്രിയായി. പ്രവചനത്തിന് പാരിതോഷികമായി പണിക്കർക്ക് ജയലളിത 10 ലക്ഷം രൂപ നൽകി. അത് പണിക്കർക്ക് പിന്നീട് പാരയായി. അദ്ദേഹത്തിനെതിരെ ആദായ നികുതി നോട്ടീസ് അയച്ചു. RJD നേതാവ് ലാലു യാദവിനും സ്വന്തം ജ്യോതിഷിയുണ്ട്. ഉത്തർപ്രദേശിലെ മിർസാപൂർ ജില്ലയിലെ വിഭൂതി നാരായണൻ അഥവാ പഗ്ല ബാബയാണ് ലാലുവിന്റെ നീക്കങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് തീയതികൾ, നാമനിർദ്ദേശ സമയം, സത്യപ്രതിജ്ഞ മുഹൂർത്തം എന്നിവ നിശ്ചയിക്കുന്നതിൽ ജ്യോതിഷികൾക്ക് പങ്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പാർട്ടി പേരുകൾ, ചിഹ്നങ്ങൾ, നിറങ്ങൾ എന്നിവ തീരുമാനിക്കുന്നതിലും മുഖ്യ പങ്കുവഹിച്ചു. ഈ പട്ടികയിലെ ഏറ്റവും പുതിയ അംഗങ്ങളാണ് C. ജോസഫ് വിജയും വെട്രിവേലും.